slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ DT നമ്പർ 1ന്റെ DT8 അൾട്ര എന്നുള്ള ഒരു വാച്ച് അൺബോക്സ് ചെയ്തിരുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള DT8 അൾട്ര, അതായത് DT നമ്പർ 1 DT8 അൾട്ര പ്ലസ് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്കിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിഫറൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കിതിൻ്റെ ബോക്സിൽ വരുന്നത് ഈ ഒരു വയർലെസ് കേബിളും യൂസർ മാനുവലാണ്. വേറെ നമുക്കൊന്നുമില്ല. നമ്മുടെ മുന്നത്തെ മോഡൽ കാണിച്ച അതേ സംഭവം തന്നെ നമുക്ക് ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 49mm ആണ്. പിന്നെ ഇതിന് നമുക്ക് രണ്ടിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം സ്പെക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്ട്രാപ്പിൽ മാത്രം മാറ്റം വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 2500 ഉള്ളിൽ നമുക്കിത് പ്രൈസ് വരുന്നുള്ളൂ. ഡോളർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു $29 $13 വരുന്നുള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഞാൻ ഇതിൻ്റെ പ്രൈസ് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്നത്തെ വീഡിയോ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയാം. നമുക്കിതിൻ്റെ ബട്ടൺസ് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ആക്ഷൻ മോഡിലേക്കുള്ള ബട്ടൺ ആണോ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും നമുക്കിതിൽ മോണിറ്റർ ചെയ്യാൻ കഴിയും. റണ്ണിങ് ആയാലും സൈക്ലിംഗ് ആയാലും വാക്കിംഗ് ആയാലും അങ്ങനെ ഒരുപാട് നമുക്കിതിൽ ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ അങ്ങനെ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് നമുക്കിതിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓക്കെ മിനിമൈസ് ചെയ്തു. അടുത്ത് നമുക്ക് ഇവിടെ വരുന്നത് മിനിമൈസ് ബട്ടൺ ആണോ. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ടാബുകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, ജസ്റ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ പോയി. ഓക്കെ, അടുത്ത് നമുക്ക് ക്രൗൺ ബട്ടൺ. ഇത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് സംഭവം പോയി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും നമുക്കിതിൽ ആക്സസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതാണോ നമ്മുടെ NFC പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്കത്, അതായത് നിങ്ങളുടെ കാർഡോ എന്തെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് അതിലേക്ക് പോയി. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഏതിലാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ സ്ക്രീൻ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റിലേക്ക് പോവുക. കീപ്പ് ബ്രൈറ്റ് എന്നുള്ളതിലുണ്ടല്ലോ, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയി. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ് 20 സെക്കൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പവർ സേവിങ് മോഡ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പവർ സേവിങ് മോഡ് ഓൺ ചെയ്തിടണം, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം. ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇത്രയും ബ്രൈറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ മാക്സിമം ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് വരുന്നത് ഇതാണോ. സീരി പോലുള്ള വോയിസ് കൺട്രോളിംഗ് സിസ്റ്റം നമുക്കിതിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മുടെ ഇതിൽ കാണില്ലേ സ്മാർട്ട് വാച്ച് എന്നുള്ള ബ്ലൂടൂത്തും, അതുപോലെ തന്നെ ഇതിൻ്റെ വാച്ചിൻ്റെ ഓഡിയോക്ക് നമുക്ക് സെപ്പറേറ്റ് ബ്ലൂടൂത്ത് അതും കണക്ട് ചെയ്യണം. ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ ആണല്ലേ. ഓക്കെ, ഇത് വാച്ച് ഓഡിയോ EFB9. ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വാങ്ങുന്ന മോഡലിൽ ചിലപ്പോൾ ഈ ഒരു ഇത് മാറ്റം ഉണ്ടാവും. ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തെന്നുള്ളൂ. ഇതുപോലെ തന്നെ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലാണില്ലേ ബ്ലൂടൂത്ത് കോൾ ആയാലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ മ്യൂസിക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിന് നോട്ടിഫിക്കേഷൻ ആയാലും ഒക്കെ നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് കോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ കണക്റ്റഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡയൽ പാഡ് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കോൾ ചെയ്ത് കാണിച്ചു കേട്ടോ. ജസ്റ്റ് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. കോളിങ്ങിനായിട്ട് നമുക്ക് ഡയൽ പാഡ് ഇവിടെ നോക്കട്ടെ. ഓക്കെ, ഡയൽ പാഡ് എടുത്തു. ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സീരി വന്നിട്ടുണ്ട്. സീരി, വാട്ട് ഈസ് ദ വെദർ ടുഡേ? ഓക്കെ, നമ്മൾ വെതറൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ, അതായത് നെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വരുള്ളൂ. ഓക്കെ, സീരി, വാട്ട് ഈസ് ദ ടൈം നൗ? It's 11:31 a.m. നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ വിയർഫോൺ എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതില്ല ഒരുപാട് ഫങ്ഷൻസ് നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. അതിൽ നമുക്ക് വാച്ച് ഫേസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
നമുക്കിതിൽ ഒരുപാട് വാച്ച് ഫേസുകൾ നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ലോഡിങ് ആവാറുണ്ട്, അതാണ് ഇങ്ങനെ കാണിക്കുന്നില്ല. ലോഡിങ് ആവാറുണ്ട് ഒരുപാട് വാച്ച് ഫേസ് നമുക്കിതിൽ അവൈലബിൾ ഉണ്ട്. ഇതാൻ പറഞ്ഞില്ല, ഒരുപാട് വാച്ച് ഫേസ് ഇതാ, ഇത്രയും വാച്ച് ഫേസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഇതുണ്ടല്ലോ, ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കിതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ ഇഷ്ടമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. എന്നിട്ട് ഈ വാച്ച് ഫേസ് പുഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ചിൽ ഇതുപോലെ നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് വാച്ച് ഫേസ് ആയിട്ട് വെക്കാവുന്നതാണ്. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് മോണിറ്റർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് NFC കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, ആക്സസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്യുക. ഈ NFC ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് അതിൻ്റെ ആക്സസ് കൊടുക്കുകയാണത്. അപ്പോൾ വെച്ചാൽ പറയാം, ഈ ഒരു വാച്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നിലവിലിപ്പോൾ ഇത് ഓൺലൈൻ സ്റ്റോറുകളിൽ അവൈലബിൾ അല്ല. അതായത് ഇവരെ ഒഫീഷ്യൽ സൈറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം നിലവിൽ അവൈലബിൾ അല്ല. സാധനം എനിക്ക് അവർ സ്പെഷ്യലായിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാണ്ടോ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈൻ അവരുടെ സൈറ്റിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഉടനെ വരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അവർ ഒഫീഷ്യൽ ലിങ്കും അതുപോലെ തന്നെ ഇത് റീറ്റെയിലായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം സാധനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് ഇത് നിലവിലിപ്പോൾ അവൈലബിൾ ആവുള്ളൂ. പക്ഷേ ഇത് റീറ്റെയിൽ ഷോപ്പുകളിൽ ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഈ ഒരു ബോക്സ് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മോഡലാണ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു ബോക്സിൻ്റെ കളർ, ഈ ഒരു ബോക്സ് കളർ നോക്കിയിട്ട് വാങ്ങിക്കുക. കാരണം ഞാൻ ഇതിൻ്റെ ഇതേ സെയിം സാധനം തന്നെ പല ഡിഫറെൻറ്റ് ബോക്സുകൾ കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ട്രസ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇപ്പോൾ ഞാൻ ഡോളർ കൺവേർട്ട് ചെയ്തപ്പോൾ ഞാൻ നാട്ടിൽ റേറ്റ് പറഞ്ഞല്ലോ, 2500 ഉള്ളിൽ ഇത് പ്രൈസ് വരുള്ളൂ. പക്ഷേ മാർക്കറ്റിൽ ഒരുപാട് ഷോപ്പുകൾ 4000 മുകളിലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരുപാട് പേര് നമ്മളോട് കമൻ്റ് ഇട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ 2500 രൂപേനുള്ളിൽ ഇത് നമുക്കിത് വരുന്നുള്ളൂ പ്രൈസ്. അപ്പോൾ അതിന് കൂടുതൽ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമുണ്ടോ? അപ്പോൾ നിങ്ങൾ അതും കൂടി ജസ്റ്റ് നോക്കുക. ചെറിയ പ്രൈസിന് വെക്കുന്ന ഒരുപാട് ഷോപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇത്. ഇത്രയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പെസിഫിക്കേഷൻസും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വാച്ചിന്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ചോയ്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Instagram ഫോളോ ചെയ്താണ് Instagram ഫോളോ ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ വേണ്ടി നമുക്ക് കൊണ്ടും കാണാം. താങ്ക് യു. Your attention, spending that moolah. I'm a drop top in pockets, swolla.